Hello everyone, today we have to start new module Green's function. ഇപ്പോൾ എന്താണ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്നുള്ളത്? നമ്മളടുത്തൊരു നോൺ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കൺവീനിയൻറ്റ് ടൂളാണ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്നുള്ളത്. അതായത് ഈ പ്രോബ്ലത്തിൽ എന്തുണ്ടായിരിക്കും? പോയിൻറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും. ഈ സോഴ്സിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സൊല്യൂഷനില്ലേ, നമ്മൾ ഏത് ബൗണ്ടറിയിലാണ് കണ്ടുപിടിക്കുക? നമ്മളെ പ്രോബ്ലത്തിലൊരു ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഈ ബൗണ്ടറി കണ്ടീഷനിൽ ഈ പോയിൻറ്റ് സോഴ്സിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ആ ഒരു സൊല്യൂഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ നോൺ ഹോമോജീനിയസ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് എന്തായിരിക്കും? ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഈ ഗ്രീൻസ് ഫംഗ്ഷനും അതുപോലെ തന്നെ സോഴ്സ് ഫംഗ്ഷനും കൂടി അടങ്ങിയിട്ടുള്ള ഒരു രൂപമായിരിക്കും. നമ്മളിവിടെ അങ്ങനെ ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് കൺസിഡർ ചെയ്യുകയാണ്. L y of x is equal to f of x in the interval a less than or equal to x less than or equal to b. സോ ഇതിൽ ഈ എഫ് ഓഫ് എക്സിനെയാണ് എന്തെന്ന് പറയുക? സോഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുക. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ആ ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ് ടി. ഈ ജി ഓഫ് എക്സ് ടിമെ എൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനാണ്. എൽ ജി ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ടി. ഇപ്പോൾ ഡെൽറ്റ എക്സ് മൈനസ് ടി കണ്ടാൽ നിങ്ങൾക്കറിയാം അത് എക്സ് ഇസ് ഈക്വൽ ടു ടിയിലല്ലാതെ ബാക്കി എല്ലാ പോർഷനിലും അതെന്തായിരിക്കും? 0 ആയിരിക്കും. നിങ്ങൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതിൽ കണ്ടിട്ടുള്ള ഈ ഒരു ജി ഓഫ് എക്സ് ടീനെയാണ് എന്തെന്ന് പറയുക? ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയാം. നമ്മളെന്താ പറഞ്ഞത്? ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അതിൻ്റെ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അതായത് ആ ഇക്വേഷനെ, ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷനെ ഹോമോജീനിയസ് ഇക്വേഷനാക്കിയിട്ട് നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും. ഗ്രീൻസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് സുഖമാണ്. ആ ഗ്രീൻസ് ഫംഗ്ഷനും ആ ഒരു പോയിൻറ്റ് സോഴ്സും വെച്ചിട്ട് ഇൻ്റഗ്രലിൻ്റെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? y of x is equal to integral a to b g of x t f of t dt. അപ്പോൾ ഇതിൽ ജി ഓഫ് എക്സ് ടി ആണ് ഗ്രീൻസ് ഫംഗ്ഷന്. എഫ് ഓഫ് ടി എന്നുള്ളത് ആ ഒരു പോയിൻറ്റ് സോഴ്സ് ആണ്. സോ അതിനെ നമ്മളൊരു ഇൻ്റഗ്രൽ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്താൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇനി ഗ്രീൻസ് ഫംഗ്ഷന് 1 ഡയമെൻഷണൽ കേസിൽ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ജി ഓഫ് എക്സ് ടീമെ എൽ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ കിട്ടും. എന്താണ് ഈ എൽ ഒരു ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞു. ഈ ഓപ്പറേറ്റർ എല്ലിനെയാണ് സ്റ്റേം ലിവോളി ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയാം. എൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡി ബൈ ഡി എക്സ് പി ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ആണ്. ഇതാണ് സ്റ്റേം ലിവോളി ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ജി ഓഫ് എക്സ് ടി അല്ലെങ്കിൽ ഗ്രീൻസ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. അതായത് എൽ ജി ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ടി. നമ്മൾ പറഞ്ഞു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ വാല്യൂ എങ്ങനെയാണ് വരിക? എക്സ് ഇസ് ഈക്വൽ ടു ടി ആകുമ്പോൾ ടിയിലല്ലാതെ ബാക്കി എല്ലാ കേസിലും ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നമുക്ക് എൽ ഓപ്പറേറ്റർ എന്താണെന്ന് മനസ്സിലായി. സ്റ്റേം ലിവോളി ഓപ്പറേറ്റർ ആണ്. സോ അത് ജി ഓഫ് എക്സ് ടീം ആക്ട് ചെയ്താൽ എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് പി ഓഫ് എക്സ് ഡി ജി ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ടി എന്ന് എഴുതി. നമ്മൾ ഇക്വേഷൻ നമ്പർ 5 കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാണ്? ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ എന്ത് വരും? ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ഡി ബൈ ഡി എക്സ് പി ഓഫ് എക്സ് ഡി ജി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സ് ടി ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ മൈനസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു -1. അതെങ്ങനെ -1 വന്നത്? നമുക്കറിയാം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു -1 ആയിരിക്കും. സോ എൽ എച്ച് എസിൽ സെക്കൻഡ് പാർട്ട് എന്താണ് വരുന്നത്? ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സ് ടി ഇൻറ്റു ഡി എക്സ് ആണ്. ഇതിൽ ക്യൂ ഓഫ് എക്സും ജി ഓഫ് എക്സ് ടിയും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതായത് എക്സിൽ ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റഗ്രൽ എന്താണ് വരിക? 0 ആണ് വരിക. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ ടി മൈനസ് എപ്സിലോൺ ടു ടി പ്ലസ് എപ്സിലോൺ ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ഡി ജി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു -1. ഇങ്ങനെ -1 വന്നതെന്ന് അറിയില്ലേ? നിങ്ങൾക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനിൽ പഠിച്ചപ്പോൾ അതിൽ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിലത്തെ ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ അത് -1 എന്ന് വന്നു.
ഇനി നമ്മൾ എന്ത് ചെയ്തു LHSനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? P of x dg/dx എന്ന് വരും. കാരണം d/dx ഓഫ് P of x dg/dxനെയാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റഗ്രലും ഡിഫറൻഷ്യലും ക്യാൻസലായി പോയാൽ നമുക്ക് എന്ത് കിട്ടും? P of x dg/dx എന്ന് വരും. ഇനി എന്ത് ചെയ്യാണ്? ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ എന്ത് വരും? P of t plus epsilon dg/dx at t plus epsilon minus P of t minus epsilon dg/dx at t minus epsilon is equal to -1. നമ്മൾ എപ്സിലോൺ ടെൻസ് ടു 0 കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? എപ്സിലോൺ 0 ആയിട്ട് പോകും. ഇക്വേഷൻ എന്തായിട്ട് വരും? P of t into dg/dx at t plus epsilon minus dg/dx at t minus epsilon is equal to -1 എന്ന് വരും. സോ ഇക്വേഷൻ എന്ത് വരും? dg/dx at t plus epsilon minus dg/dx at t minus epsilon is equal to -1/P of t. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻസ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. പക്ഷെ ഇവിടെ എന്താണ് കാണുന്നത്? ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്താണ്? ഇസ് ഡിസ്കണ്ടിന്യൂറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടി. എക്സ് ഇസ് ഈക്വൽ ടു ടിയിൽ ഇതെന്താണ്? ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. സോ നമ്മൾ നേരത്തെ എടുത്തത് ഇൻ്റർവെൽ എന്തായിരുന്നു? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളൊരു ഫുൾ ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, ടിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ രണ്ട് ഗ്രീൻസ് ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതാം. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ടിയിലുള്ള ഗ്രീൻസ് ഫംഗ്ഷനെ g1 ഓഫ് എക്സ് ടി എന്നെടുക്കുക. അതുപോലെ തന്നെ ടി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള ഇൻ്റർവെല്ലിലുള്ള ഗ്രീൻസ് ഫംഗ്ഷനെ g2 ഓഫ് എക്സ് ടി എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്രീൻസ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? g ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു g1 ഓഫ് എക്സ് ടി ഫോർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി and g2 of xt for t less than x less than or equal to b. അപ്പോൾ എന്താണ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്കതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഈ ഗ്രീൻസ് ഫംഗ്ഷന് രണ്ടെണ്ണം ആക്കി സ്പ്ലിറ്റ് ചെയ്തു നമ്മൾ, g1 ഓഫ് എക്സ് ടിയും g2 ഓഫ് എക്സ് ടിയും. ഈ രണ്ടും ഹോമോജീനിയസ് ഇക്വേഷനാണ്. അതായത് LG1 ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ടി. And LG2 of xt is equal to 0 ആണ് for t less than x less than or equal to b. കാരണം എന്താണ്? നമുക്കറിയാം LG ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി ആണെന്ന്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ടിയിലെ അല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ എൽ ഓഫ് g1 ഓഫ് എക്സ് ടി 0 ആയിരിക്കും. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ബിയിൽ എൽ ഓഫ് g2 ഓഫ് എക്സ് ടി 0 ആയിരിക്കും. സോ എന്താണ്? ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അതായത് g1 ഓഫ് എക്സ് ടിയും g2 ഓഫ് എക്സ് ടിയും ഹോമോജീനിയസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു ടിയിൽ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഗ്രീൻസ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടിയിൽ g1 ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു g2 ഓഫ് എക്സ് ടി. കാരണം g ഓഫ് എക്സ് ടി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു ടിയിൽ എന്തായിരിക്കും? g1 ഓഫ് എക്സ് ടിയും g2 ഓഫ് എക്സ് ടിയും ഈക്വൽ ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നുള്ളത് എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അതിൻ്റെ കണ്ടിന്യൂറ്റി എവിടെയാണ് വരുന്നത്? dg/dx at t plus epsilon minus dg/dx at t minus epsilon is equal to -1/p of t എന്നാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എന്ത് കണ്ടു? ഗ്രീൻസ് ഫംഗ്ഷൻ g ഓഫ് എക്സ് ടി എന്നുള്ളത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ആ കണ്ടിന്യൂറ്റി ഇക്വേഷനും നമ്മൾ പറഞ്ഞു. പിന്നെ ഗ്രീൻസ് ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു നോൺ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ അതിനെ കൺവീനിയൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഗ്രീൻസ് ഫംഗ്ഷൻ എന്നുള്ളത്. സോ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പോയിൻറ്റ് സോഴ്സ് എടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും ആ ബൗണ്ടറി കണ്ടീഷനിൽ. എന്നിട്ട് അപ്പോൾ ഈ കിട്ടുന്ന സൊല്യൂഷനാണ് ഗ്രീൻസ് ഫംഗ്ഷനായിട്ട് വരിക. അപ്പോൾ ഈ സൊല്യൂഷനായിട്ടുള്ള ഗ്രീൻസ് ഫംഗ്ഷനെയും അതുപോലെ തന്നെ ഈ പോയിൻറ്റ് സോഴ്സിനെയും നമ്മൾ ഇൻ്റഗ്രലിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതായിരിക്കും ആ ഒരു നോൺ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെറ്റ് us wind up the class. Thank you.